കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് ആശാ വർക്കർമാരുടെ വേതനം, അതുപോലെ ആശാ വർക്കർമാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ പ്രതിഷേധങ്ങൾ അരങ്ങേറിയതാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ ഏറെക്കാലം മഴ നനഞ്ഞും വെയിൽ കൊണ്ടുമൊക്കെ എല്ലാ അടിച്ചമർത്തലിനൊക്കെ നേരിട്ട ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ. അവർക്ക് ഇന്ന് വേതനത്തിൽ ഒരല്പം വർധനവ് അത് ആദ്യഘട്ടമായി ആണെന്ന് സർക്കാർ പറയുന്നു. ആ ഒരു വേതനം 3000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? UDF ഗവൺമെൻറ് തങ്ങളുടെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനമായി ആശാമാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സമരപന്തലിൽ വന്ന് അവർ പറഞ്ഞ വാഗ്ദാനം ഇന്ന് പാലിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം മുഖ്യമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു, 21,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന വേതനം ഘട്ടം ഘട്ടമായി സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാക്കു പാലിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെ, വാക്കു പാലിക്കാൻ ഇന്ന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷയോടെ കാണുകയാണ്. ആദ്യ ദിവസം തന്നെ മന്ത്രിസഭ തുടങ്ങുമ്പോൾ ആദ്യ മന്ത്രിസഭയിൽ തന്നെ അത് തീരുമാനമാകുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ആദ്യ ഘട്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരു സൂചന മുഖ്യമന്ത്രി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അതെ, ഓണറേറിയത്തോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം. കാരണം കേരളത്തിൽ ആശമാർക്ക് ഇതുവരെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് ഇനി ഇവിടെ തുടങ്ങേണ്ടിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അടുത്ത മാസം അതിനെ സംബന്ധിച്ച് തീരുമാനിക്കാമെന്നാണ് അദ്ദേഹം ഇതോടൊപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എടുത്ത നടപടികളോട് വളരെ സന്തോഷം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാരണം ഒരു ഗവൺമെൻറ് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആവലാതികൾ വളരെ കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു, അതിലേക്കുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിനെ വളരെ അഭിമാനപൂർവ്വം കാണുകയാണ്. അപ്പോൾ ഏതായാലും ഇനി ആനുകൂല്യങ്ങളെല്ലാം നേടുന്നത് വരെ വീണ്ടും ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ 21,000 രൂപ അടിസ്ഥാന വേതനം എന്നതായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്ന് മാത്രമല്ല, അംഗൻവാടിക്കാർക്കും പാചകത്തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ആയമാർക്കുമുള്ള വേതനവും വർധനവ് ഈ ബജറ്റിൽ തന്നെ, ഈ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക്, പണിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നുള്ളൊരു സന്ദേശം ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരം വളരെ സത്യസന്ധമായ സമരങ്ങളെ കേരളത്തിൻ്റെ പൊതുസമൂഹം, എല്ലാ മനുഷ്യരും ഞങ്ങളെ വളരെ കരുതലോടെ കാത്തു പുലർത്തിയാണ് ആ സമരത്തെ ഇന്നിപ്പോൾ ഈ ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ആശമാർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ഏതായാലും അത്രത്തോളം ഒരു സാധ്യത ഇപ്പോൾ മുന്നിലുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ ആദ്യം തന്നെ ആശമാരെ പരിഗണിച്ചു. അതോടൊപ്പം തന്നെ വേതനം ലഭിക്കാൻ അർഹതയുള്ള പലരെയും ഇതിൽ പരിഗണിക്കുന്നുണ്ട്. ഓരോ ഘട്ടമായി അത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഘട്ടം ഘട്ടമായി ഇതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആശാ വർക്കർമാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.